പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവപരിത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ നേരത്തെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യർ 3:13 അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വി. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വി. അർത്ഥം വളരെ ക്ലിയറായിട്ടുള്ള ഒരു സിമ്പിൾ വാക്യം. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്, ഒരു ഫീലിംഗ് അല്ല കേട്ടോ. അത് നമ്മൾ ചൂസ് ചെയ്യുക. എന്തിനാ? ടു ക്യാൻസൽ എ ഡെപ്റ്റ് ഓഡ് ടു അസ്. നാം ദൈവമക്കളാണ്. ദൈവം നമ്മെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ക്ഷമിക്കാനായിട്ടുള്ളൊരു മനസ്സുമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഏത് വിഷയം വന്നാലും, നിൻ്റെ കറൻറ്റ് ഫീലിംഗ് കുഞ്ഞെ ഇപ്പോൾ എന്താണെങ്കിലും, നീ ഫേസ് ചെയ്യുന്നത് എന്ത് ആണെങ്കിലും, ഞാൻ പറയട്ടെ, നീ ഒന്ന് ചൂസ് ചെയ്യാമോ? ഇന്ന് രാത്രി, ഇന്ന് പകൽ, ഇന്ന് ഉച്ചയ്ക്ക് ഒക്കെ നീ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ചില സംഗതികൾ നിൻ്റെ മനസ്സിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു ഡെയിലി ഡിവോഷൻ ഇന്ന് എന്നെ കൊണ്ടിടിയിക്കുന്നത്, ഞാൻ എന്നെ തന്നെയും ശോധന ചെയ്യുക. ക്ഷമിക്കാൻ പറ്റാതെ നിന്നെ വേദനിപ്പിച്ച, നിൻ്റെ ഹൃദയത്തെ കുത്തി നോവിപ്പിക്കുന്ന ചില സംഗതികളെ എൻ്റെ പ്രിയ പൈതലെ നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, എന്നെ വളരെ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്ത വിഷയമാണ്, പക്ഷെങ്കിൽ ഞാൻ ക്ഷമിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്ന്. ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ദൈവ പൈതലെ? തീർച്ചയായും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് നമ്മുടെ ദൈവത്തിന് നമുക്ക് തരുവാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കുവാനുള്ള കൃപയും അവൻ അത്യധികമായിട്ട് തരും. എഫേസ്യർ 4:32 പറയുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ദൈവം നമ്മളോട് ക്ഷമിച്ചില്ലേ? ആ ഫൊർഗീവ്നെസ് ഇനീഷ്യേറ്റ് ചെയ്താരാ? ദൈവമാണ്. അല്ലാതെ നമ്മൾ ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് വെയിറ്റ് ചെയ്തില്ല. ദൈവം ഒരു ചോയ്സ് എടുത്തു. അതെന്തുവാ? നമ്മളോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക. നമ്മുടെ ഡെപ്റ്റെല്ലാം ദൈവം അങ്ങ് റിലീസ് ചെയ്തു. നമ്മൾ അവന് കടംപെട്ടതൊക്കെ അവൻ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മളെ അവൻ ഫ്രീ ആക്കി വിട്ടു. ഇതാണ് റിയൽ ഫൊർഗീവ്നെസ്. അത് നമ്മൾ ആ ഡെപ്റ്റ് ക്യാൻസൽ ചെയ്യുവാൻ തക്കവണ്ണം നാം ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് കേട്ടോ. ചിലരത് അഡ്മിറ്റ് ചെയ്യുമായിരിക്കും, അവർ ചെയ്തത് തെറ്റിപ്പോയി എന്ന്. ഇല്ല കുഞ്ഞെ, അവർ ചെയ്തത് തെറ്റിപ്പോയി എന്ന് അവർ പറയത്തില്ല. അവരിപ്പോഴും നമ്മൾ കുറ്റം ആരോപിച്ചുകൊണ്ട് നാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരിക്കും. പക്ഷേ ക്ഷമിക്ക് ദൈവ പൈതലേ. ഞാനിപ്പോൾ പറയുന്നതൊരു ഹാർഡ് ഡിസിഷനാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വി ആർ ഡിസൈൻഡ് ബൈ ഗോഡ് ടു ഫൊർഗീവ്. ക്ഷമിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ തോന്നും, അവരാണ് നമ്മളോട് ക്ഷമ ചോദിക്കേണ്ടത്, അവരാണ് നമ്മോട് ഇൻഡെപ്റ്റഡായിട്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, സത്യമായിട്ടുള്ള ഒരു ഫൊർഗീവ്നെസ്സിന് ഒരു പിടുത്തവും ഒരു വലിയുമില്ല. ടോട്ടൽ റിലീസാ. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ ജീവിതത്തിൽ കർത്താവ് വലിയ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം 23 അതിൻ്റെ 34 ലൂക്ക് ചാപ്റ്റർ 23:34. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് അനുഭവിച്ച റിജക്ഷനും ഫിസിക്കൽ പെയിനും എത്ര വലുതാണ്. അതിൻ്റെ മധ്യത്തിലാണ് യേശു കർത്താവ് ക്ഷമിക്കുവാൻ തക്കവണ്ണമുള്ള തീരുമാനം എടുത്തത്.
നൗ ദറ്റ് സെയിം ജീസസ് ലീവ്സ് ഇൻ അസ്. കുഞ്ഞെ, അതേ ദൈവമല്ലേ എൻ്റെയും നിൻ്റെയും ഉള്ളിൽ ഇന്നും ജീവിക്കുന്നത്. നമ്മളങ്ങ് ഹെസിറ്റേറ്റ് ചെയ്യും ചിലരോട് ക്ഷമിക്കാൻ. അവരോട് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്തതുപോലെയുള്ള ചിന്തകൾ പിശാചപ്പോൾ ഉയർത്തി മനസ്സിലേക്ക് കൊണ്ടുവരും. ഞാൻ പറയട്ടെ, ദേഷ്യമാണ് നിൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പം നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് നാം എക്സാമിൻ ചെയ്തിട്ട് നമ്മൾ തന്നെ അങ്ങ് തീരുമാനമെടുക്കും, ഞാൻ ഫോർഗീവ് ചെയ്യത്തില്ല, ഞാൻ ക്ഷമിക്കത്തില്ല. കുഞ്ഞെ, നീ വലിയ തെറ്റിലേക്ക് അപ്പോൾ വീഴും കേട്ടോ. ഫോർഗീവ്നെസ് ഒരു ചോയ്സാണ്, ഒരു ഫീലിംഗ് അല്ല. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. ദൈവം തീർച്ചയായിട്ടും നമ്മളോട് വലിയ കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ചു തന്നതിനാൽ നാമും ഇത് ക്ഷമിക്കണം. അവരെയും ആ കടത്തിൽ നിന്ന് അങ്ങ് വിടുവിക്കുന്നേ. അവരെ ഒന്ന് ഫെയറായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നേ. പ്രൈസ് ഗോഡ്. നമുക്ക് നമ്മുടെ ഫീലിങ്സ് എന്ത് പറയുന്നു എന്നുള്ളതല്ല കാര്യം. ദൈവത്തിൻ്റെ തിരുവചനം എന്തു പറയുന്നു? കർത്താവ് ഒരു ഡിവൈൻ സീക്വൻസ് വെച്ചിട്ടുണ്ടല്ലോ. തിങ്ക്, ചൂസ് ആൻഡ് ദെൻ ഫീൽ. അപ്പം നമുക്ക് നമ്മുടെ മനസ്സ് കർത്താവ് നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു ആ ട്രൂത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഫോർഗീവ് ചെയ്ത് റിലീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ചോയ്സ് നമ്മളെടുക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസും പ്രയാസമെന്ന് തോന്നിയാലും നമ്മുടെ ചോയ്സുമായിട്ട് അത് ലൈനപ്പ് ചെയ്യും. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അനുസരിക്കാനായിട്ടൊരു ഭാഗ്യം കിട്ടിയെന്ന് നമുക്ക് തോന്നുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആ ഒരു ആക്ട്, ആ പ്രവൃത്തി പ്രോഗ്രസീവാണെന്ന് നമുക്ക് മനസ്സിലാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുക, അത് ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇടയാകട്ടെ. തീർച്ചയായിട്ടും അത് അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവേ, ഞാൻ നേരത്തെ ക്ഷമിക്കേണ്ടതായിരുന്നല്ലോ എന്ന്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം അത് ഇങ്ങനെ പറയുന്നു: ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. കേട്ടോ, അനേകർ മലിനപ്പെടുവാനിടയാകും. നമ്മൾ ഫോർഗീവ് ചെയ്യുമ്പോൾ ചില ചിന്തകളാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ചിലവരും കൂടെ ഫ്രീ ആവുകയാണ്. ഫോർഗീവ്നെസ് ദൈവത്തിലെ നമ്മുടെ മാത്രം ബെനിഫിറ്റിന് വേണ്ടി അല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ദൈവം തീർച്ചയായിട്ടും ആഴങ്ങളിൽ ഈ വിഷയങ്ങളെ ചിന്തിപ്പാനും അതിലേക്ക് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനും തക്കണം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നമ്മൾ നമ്മുടെ ഫീലിങ്സ് വെച്ച് പ്രിറ്റൻഡ് ചെയ്യുമല്ല നമ്മൾ ക്ഷമിച്ചു എന്ന്. നമ്മുടെ ഇമോഷണൽ ഡാമേജസ് ധാരാളം വന്നു, സമ്മതിച്ചു. ഹല്ലേലൂയ. കാരണം നമ്മൾ പച്ചയായ മനുഷ്യരാണ്. ഇമോഷൻസ് ദംസെൽസ് ആർ നോട്ട് സിൻ. പക്ഷേ സംഭവിച്ചു പോയി. ജീവിതത്തിൽ വന്ന ഹേർട്ട് ഫീലിങ്സ് കാരണം നമ്മളുടെ ഇമോഷൻസ് വളരെ നമ്മളെ വേദനിപ്പിക്കത്തക്കതായിട്ട് ഉയർന്നു വന്നു. പക്ഷേ ദൈവം തീർച്ചയായിട്ടും നമുക്ക് ക്ഷമിക്കുവാനൊരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുവാണ് ഇന്ന് എന്നൊന്ന് മനസ്സിലാക്കി ക്ഷമിച്ചാലുണ്ടല്ലോ, സ്വസ്ഥതയോടുകൂടിയുള്ളൊരു ജീവനം കഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. ഒരു കാര്യം കൂടെ ഓർത്തോണം, ഫോർഗീവ്നെസ് ഈസ് നോട്ട് ഫോർഗെറ്റിംഗ്. പ്രൈസ് ഗോഡ്. കാരണം ലിറ്ററലി നമുക്ക് നമ്മുടെ ബ്രെയിനിലുള്ള മെമ്മറീസ് ഒന്നും ഇറേസ് ചെയ്ത് കളയാൻ പറ്റത്തില്ല, തൂത്തുമായിച്ച് കളയാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. ആ മെമ്മറി അവിടെ കിടക്കും. പക്ഷെങ്കിൽ കർത്താവ് നമുക്ക് കൃപ തരും. കാരണം കർത്താവ് നമ്മുടെ പാപങ്ങളെ ഓർക്കുന്നില്ല. സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളഞ്ഞു അല്ലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെങ്കിൽ നമ്മളതെ പിടിച്ച് നിൽക്കരുതേ. ആ ഹേർട്ട് ഫീലിങ്സിനെ മുറുകെ പിടിക്കരുതേ. മറക്കുവാനായിട്ടുള്ള കൃപ അതും ദൈവം നമുക്ക് ചോദിച്ചാൽ തരുന്നതാണ്. അത് പ്രാപിച്ചെടുത്തുകൊണ്ട് സന്തോഷത്തോടെയുള്ളൊരു ജീവൻ നയിപ്പാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. എല്ലാ ആങ്കറും എല്ലാ ബിറ്റർനെസ്സും എല്ലാം പോയിട്ട് നമ്മുടെ ഹൃദയം എല്ലാ ഹേർട്ട് ഫീലിങ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് സ്വസ്ഥതയോടെ ജീവിപ്പാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ,
നീ ഞങ്ങളെ സഹായിക്കുന്ന വഴികൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സത്യങ്ങൾക്കായിട്ട് സ്തോത്രം. അതനുസരിപ്പാനുള്ള വിശാലതയുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് തെരുമാറാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.